ഡെയിലി മിറർ ടി വി ലൈവ് ടോക്ക് റൂമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾ ചെറിയൊരു വിഷ്വൽ കാണിക്കാം. ഹൈറിച്ച് കമ്പനിയുടെ HROTT എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി മലയാള സിനിമയിലെ 70% ആർട്ടിസ്റ്റുകളും പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു മായയുടെ ഈ ഒരു ഷോ. മാസങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്താണ് കമ്പനിക്ക് ഫീസിംഗ് ഉണ്ടായിരിക്കുന്നത്. അതിമനോഹരമായ പ്രോഗ്രാമുകളാണ് ഇതിൽ കൂടെ ജനങ്ങൾ കാണാനുണ്ടായിരുന്നത്. അത് ജനങ്ങൾ കാണാൻ പറ്റിയില്ല, എത്ര പെട്ടെന്ന് കാണാൻ പറ്റട്ടെ. വൻകിട ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളാണ് ഹൈറിച്ച് എന്ന് പറഞ്ഞ ജനങ്ങളുടെ കമ്പനി ഈ മായയുടെ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്തത്. ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുമ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഹൈറിച്ച് HROTT എന്ന പ്രോഗ്രാം കാണുകയും അതിനെ റീച്ച് കൂട്ടുകയും ചെയ്യും എന്നത് ഒരു പോസിറ്റീവായ കാര്യമാണ്. നമ്മുടെ കമ്പനിയുടെ ഫ്രീസിംഗ് തൊട്ട് ഇന്ന് വരെ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്ന നെഗറ്റീവ് ഗ്രൂപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഹൈറിച്ചിലെ ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്വയം റിമൂവ് ചെയ്ത് പോവുക. കമ്പനിയിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നല്ല. ഏതൊരു കമ്പനിക്കും കേസുകൾ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവരുടെ ഉദ്ദേശം എത്ര FIR തയ്യാറാക്കുക, എത്ര കേസുകൾ കൊടുപ്പിക്കാം ഈ ഹൈറിച്ചിലെ ആൾക്കാരെ കൊണ്ട്. ഏതൊരു കമ്പനിക്കും കേസുകൾ വന്നാൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കമ്പനിയിലെ ഓരോ വ്യക്തികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പുകാർ എത്ര പരിശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളെ കൂട്ടുകെട്ടിനെ തകർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റും, കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം തിരിയുന്ന ആൾക്കാർ ഒരിക്കലും ഇതിന് വിട്ടുപോകില്ല. ദയവ് ചെയ്ത് ഹൈറിച്ചിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ഹൈറിച്ച് എന്ന കമ്പനി പൂർണ്ണമായും തിരിച്ചു വരട്ടെ.